ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ ഇന്ത്യ അപലപിക്കണമെന്നാവശ്യപ്പെട്ട് ഇറാൻ രംഗത്ത്. ഇന്ത്യ മാത്രമല്ല മറ്റു രാജ്യങ്ങളും ഇസ്രായേലിന്റെ സൈനിക ആക്രമണത്തെ അപലപിക്കണമെന്നാണ് ഇറാന്റെ ആവശ്യം. ഇറാനിയൻ നയതന്ത്രജ്ഞനാണ് ഇത്തരമൊരു കാര്യം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഇറാന്റെ താൽപര്യങ്ങളെ ഹനിക്കുന്ന രീതിയിലുള്ളതൊന്നും തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല, അല്ലെങ്കിൽ അവർ ചെയ്യില്ല എന്നാണ് ഇദ്ദേഹത്തിന്റെ വാദം. കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിൽ പാകിസ്ഥാൻ ആർമി ചീഫ് ഫീൽഡ് മാർഷലായ അസീം മുനീറും അതുപോലെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ഇത്തരമൊരു ചോദ്യത്തിനാണ് ഉത്തരം നൽകിയിരിക്കുന്നത്. പാകിസ്ഥാനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. ഇറാൻ എംബസിയിലെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മാർഷൽ മുഹമ്മദ് ജാവേദ് ആണ് ഇത്തരമൊരു പ്രത്യാശ പ്രകടിപ്പിച്ചതും. ഇന്ത്യ ആഗോള ദക്ഷിണേന്ത്യയുടെ നേതാവാണ് എന്നും ഒരു പരമാധികാര രാജ്യത്തെ ആക്രമിച്ചുകൊണ്ട് അന്താരാഷ്ട്ര നിയമം ലംഘിക്കുവെന്ന ഇസ്രായേലിന്റെ നടപടികളെ ഇന്ത്യ അപലപിക്കണമെന്ന് അതിൽ പ്രതീക്ഷയുണ്ട് എന്നും ഇവർ പറയുന്നു. അതുപോലെ തന്നെ ഹോർമൂസ് കടലിടുക്ക് അത് അടച്ചിടുന്നത് ഇറാൻ പരിഗണിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഇറാനിയൻ നയതന്ത്രജ്ഞൻ നേരിട്ട് മറുപടി നൽകിയില്ല എന്നതല്ല, മാത്രമല്ല നിരവധി ഓപ്പറേഷനുകൾ പരിഗണനയിലുണ്ട് എന്നതാണ് പറഞ്ഞത്. അതേസമയം ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം ഒരാഴ്ച പിന്നിടുകയാണ്. ഇതിനോടകം തന്നെ നിരവധി ജീവനുകളാണ് പൊലിഞ്ഞതും. ലോകത്തിലെ ഒരു ദിവസത്തെ എണ്ണ ഉപഭോക്താവിൻ്റെ ഏകദേശം 30% ഹോർമൂസ് കടലിടുക്കിലൂടെ അല്ലെങ്കിൽ ആ വഴിയാണ് കടന്നു പോകുന്നത്. അന്താരാഷ്ട്ര ഊർജ ഏജൻസിയുടെ അഭിപ്രായത്തിൽ കടലിടുക്കുകളിലൂടെ തന്നെ ഗതാഗതത്തിൽ ഒരു ചെറിയ തടസ്സം പോലും എണ്ണ വിപണിയിൽ കാര്യമായ സ്വാധീനം ചെലുത്തും എന്നത് തന്നെയാണ് വിലയിരുത്തുന്നത്. അതേസമയം ഇറാനും ഇസ്രായേലും തമ്മിൽ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഏറ്റവും പുതിയ ആക്രമണത്തിൽ ഇസ്രായേൽ തലസ്ഥാനമായ ടെൽ അവീവിനെ ബാലിസ്റ്റിക് മിസൈലുകളും അതുപോലെ തന്നെ റോക്കറ്റുകളും ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ ആക്രമിച്ചു എന്ന വാർത്തകളാണ് പുറത്തു വന്നത്. മധ്യ ഇസ്രായേലിൽ സൈറനുകൾ മുഴങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് എന്നും ഇറാനിൽ നിന്നുള്ള നിരവധി റോക്കറ്റുകൾ നഗരത്തെ ലക്ഷ്യമിട്ടിട്ടുണ്ട് എന്നും വ്യക്തമാക്കുകയാണ്, അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. നഗരത്തിലെ പല ഭാഗങ്ങളിലും സ്ഫോടനങ്ങൾ ഉണ്ടായി. ചില മിസൈലുകളും നിരവധി റോക്കറ്റുകളും തകർക്കുന്നതിൽ ഇസ്രായേലി മിസൈൽ പ്രതിരോധ സംവിധാനം വിജയിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ട്. വെള്ളിയാഴ്ച ടെഹ്റാനിലെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ സൈനിക കേന്ദ്രങ്ങൾ, പ്രതിരോധ വ്യവസായങ്ങൾ, അതുപോലെ തന്നെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾ എന്നിവയ്ക്കെതിരെ തന്നെ ദീർഘദൂരവും ഭാരമേറിയതുമായ മിസൈലുകൾ ഉപയോഗിച്ചതായി ഇറാനിയൻ സൈനിക വക്താവിനെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഏറ്റവും പുതുതായി തന്നെ ഇറാനിയൻ ആക്രമണങ്ങളിൽ ഏകദേശം 20 മിസൈലുകൾ പ്രയോഗിച്ചതായും കുറഞ്ഞത് 2 പേർക്ക് പരിക്കേറ്റതായും ഇസ്രായേലി സൈനിക ഉദ്യോഗസ്ഥർ പറഞ്ഞതായും ഇവർ വ്യക്തമാക്കുന്നു. അതുപോലെ തന്നെ ഇറാനിയൻ ആക്രമണത്തിന് ശേഷം മധ്യ ഇസ്രായേലിലെ ഒരു 4 നില അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിന്റെ മേൽക്കൂരയിൽ തീപിടുത്തമുണ്ടായതായും ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അഗ്നിശമന സേനാ സംഘങ്ങൾ സ്ഥലത്തെത്തുകയും തീ നിയന്ത്രണ വിധമാക്കുകയും ചെയ്തു. ഈ ആക്രമണത്തിൽ ആരെങ്കിലും കുടുങ്ങിയതായോ അല്ലെങ്കിൽ പരിക്കേറ്റതായോ ഉള്ള റിപ്പോർട്ടുകളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗിഡിയാൻ സാറിന്റെ അഭിപ്രായത്തിൽ തെക്കൻ ഇസ്രായേലിലെ ബിർഷേബാദിലും വടക്കൻ ഇസ്രായേലിലെ ഹെഫായിലും ഒക്കെ തന്നെ മിസൈലുകൾ പ്രയോഗിച്ചു എന്നതാണ് വ്യക്തമാകുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.